മാർത്തോമ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് MCRD തെളിയൂർ സ്റ്റോളിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വിനോദ് ഈശോ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛനോട് ഈ കുഞ്ഞുങ്ങളുടെ വിശേഷവും MCRD പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ ചോദിച്ചറിയാം. മാർത്തോമ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് MCRD 39 കൊല്ലമായി മാർത്തോമ സഭയുടെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണിത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി വ്യത്യസ്തമായ ഇടങ്ങൾ നോക്കി പ്രവർത്തിക്കുന്ന മാർത്തോമ സഭയുടെ ഏറ്റവും ഭംഗിയായി ഏറ്റവും അനുഗ്രഹീതമായി നടക്കുന്ന ഈ ശുശ്രൂഷ കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്തയുടെയും തോമസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെയും ഇപ്പോൾ നമ്മുടെ മധ്യയുള്ള ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്തയുടെയും എപ്പിസ്കോപ്പൽ രജത ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് MCRD. ഇന്ന് MCRDയോടൊപ്പം നവജ്യോതി സ്കൂൾ പ്രവർത്തിക്കുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങളീ കാണുന്നത്. മെൻ്റലി ചലഞ്ചറായിട്ടുള്ള 110 കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായ പ്രസ്ഥാനമാണ് MCRD നവജ്യോതി സ്കൂൾ. ആ സ്കൂളിൽ ഏകദേശം 38 സ്റ്റാഫ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ IQ-വിനനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകുന്നത്. വിദഗ്ധ പരിശീലനം നേടിയ അധ്യാപകരുടെ വലിയൊരു നേതൃത്വ ഗണം തന്നെ അവിടെയുണ്ട്. കൂടാതെ അവർക്ക് താമസിക്കുവാനുള്ള ഹോസ്റ്റൽ സൗകര്യം അവിടെയുണ്ട്. അവരെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന വാർഡന്മാരും ആയമാരും ഒക്കെ ചേരുന്ന ഒരു വലിയ കുടുംബമാണ് MCRD. അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരനുഭവമാണ് ഈ മാരാമൺ കൺവെൻഷൻ. കഴിഞ്ഞ 39 കൊല്ലമായി ഇവിടെ മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ അതാത് കാലഘട്ടങ്ങളിലെ അധ്യാപകരും ഡയറക്ടേഴ്സും ഈ പന്തലിനുള്ളിൽ അവരെ കൊണ്ടുവരികയും ദൈവവചനം അവർ കേൾക്കുവാൻ അവർക്ക് അനുവാദം അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അവർക്കൊത്തിരി ആളുകളെ അടുത്ത് കാണാൻ, യാത്ര ചെയ്യാൻ, പല പല കടകൾ കാണാൻ, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ, വ്യത്യസ്തമായ ആഹാരങ്ങൾ രുചിച്ച് നോക്കാൻ ഈ മാരാമൺ കൺവെൻഷൻ അവർക്കൊരു അനുഗ്രഹമാണ്. നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ അതവർ പഠിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ ചാപ്പലിൽ പാടും. ഇന്ന് ഞങ്ങളോടൊപ്പം അവിടുത്തെ പകുതി കുഞ്ഞുങ്ങളാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായി അവർ ക്രമീകരണം അനുസരിച്ച് ക്ലാസ്സുകളിൽ നിന്ന് അധ്യാപകർ കൊണ്ടുവന്നു. എന്നോടൊപ്പം അവിടുത്തെ പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ടി ജോർജ് സാറുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി പഠിപ്പിക്കുന്ന ബിനു സാർ അവിടെ ഉണ്ട്. അതുപോലെ ജോളി ടീച്ചർ, അത് ഹെഡ്മിസ്സസായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മറിയാമ്മ, അതുപോലെ തന്നെ എല്ലാ അധ്യാപകർ, ആയമാർ, എൻ്റെ കുഞ്ഞുങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചവരൊക്കെ ഇന്ന് ഈ സ്റ്റാളിനുള്ളിൽ വന്ന് സന്തോഷം പങ്കിടുകയാണ്. ഈ കുഞ്ഞുങ്ങളെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായി ഒത്തിരി ഞെരുക്കമുള്ള കുടുംബങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, എന്നാൽ സാമ്പത്തികമുള്ള കുടുംബങ്ങൾ. എന്നാൽ ഇവരെല്ലാം ഒരുമിച്ച് ഒരു കുടിയുടെ കീഴിൽ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു. പരാതികളും പരിഭവമില്ലാതെ എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന മാർത്തോമ സഭയുടെ ഏറ്റവും അനുഗ്രഹീതമായൊരു ശുശ്രൂഷയാണ്. വ്യത്യസ്തമായ കഴിവുകൾ ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്പോർട്സിലും അതുപോലെ തന്നെ കലാമത്സരങ്ങളിലും പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവർക്ക് ബുദ്ധിശക്തി കുറവാണ് എന്ന് ഒരു പക്ഷേ ലോകം പറയുമ്പോഴും സ്നേഹിക്കുവാൻ അവർക്ക് യാതൊരു വിധമായ കുറവുമില്ല. അവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുവാൻ അവർക്ക് യാതൊരു മടിയില്ല. നമ്മളുടെ ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം അവർക്കില്ലെങ്കിലും മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ പലരും മുഖേനയാണ് സഹായിക്കുന്നത്. മാരാമൺ കൺവെൻഷനാണ് പ്രധാന ഒരു വരുമാനം. ഈ സ്റ്റാൾ സന്ദർശിച്ച അനേകർ വളരെയധികം സഹായങ്ങൾ നൽകുന്നുണ്ട്. അവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു ദിവസം പങ്കിടുന്നവരുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, തങ്ങളുടെ ദശാംശം കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഒരു വർഷം കുടുക്കയിൽ സൂക്ഷിച്ച 3000-ലധികം രൂപയുമായി 2 കുഞ്ഞുങ്ങളാണ് വന്നത്. അവർ ഒരു വർഷത്തെ നാണയത്തൊട്ടുകൾ, അത് 1-2 രൂപകൾ മാത്രമായിരുന്നു, അത് മുഴുവൻ അവർക്ക് കിട്ടിയ നാണയത്തൊട്ടുകൾ സൂക്ഷിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഈ സ്റ്റോളിൽ കൊണ്ടു തന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ തരുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഞങ്ങളെ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നുണ്ട്. തുടർന്നും അനേകര സഹായം ആവശ്യമുണ്ട്. കാരണം റീഹാബിലിറ്റേഷൻ്റെ പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. ഈ സ്കൂൾ ഇനിയും വളരേണ്ടതായിട്ടുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ നെയ്യുന്നതായ തോർത്ത്, ബാഗുകൾ, അതുപോലെ തന്നെ മെഴുകുതിരി, അതുപോലെ വ്യത്യസ്തമായ
പ്രൊഡക്ട്സ് ഇവിടെ ഞങ്ങൾ സ്റ്റോളിൽ അവർക്ക് മറ്റുള്ളവർക്ക് വിൽപ്പനയ്ക്കായി വെക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇതിനോടകം തന്നെ വിറ്റ് തീർന്നു. തുടർന്നും നിങ്ങളുടെ സ്നേഹം ഉണ്ടാകണം. ഈ പ്രത്യേകിച്ച് ഈ ചാനൽ ഞങ്ങളോട് കാണിക്കുന്ന പ്രത്യേക പരിഗണനയ്ക്ക് നന്ദിയുണ്ട്. ഇവിടെ വോളണ്ടിയറായിട്ട് പ്രത്യേകിച്ച് ഈ മണൽപ്പുറത്ത് ഈ സ്ഥാപനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എബിൻ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ പ്രിറ്റോ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ സാങ്കുട്ടി എന്ന് പറയുന്ന ആളുമാണ്. അവർ വളരെ ഈ വെയിൽ മുഴുവനും കൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് സഹായിക്കുന്നു. ഇതിനോടകം തന്നെ 10,000-ഓളം ആളുകൾ ഈ സ്റ്റാൾ സന്ദർശിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. 10,000-ലധികം ആളുകൾ ഇതിനോടകം സഹായിച്ചു. തുടർന്നും നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ കഴിവുള്ളവരുണ്ട്. അവർ ഓർമ്മശക്തി കുറവാണെങ്കിലും വേദപുസ്തകം പഠിക്കുന്നതിൽ വളരെയധികം മിടുക്കരാണ്. അതാണ് ഇവിടെ വന്നാൽ അവർ ദൈവവചനം കേൾക്കും. വേദപുസ്തകത്തിലെ 500-ലധികം വാക്യം അറിയാവുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് എബി എന്നോടൊപ്പം ഉണ്ട്. എബി സങ്കീർത്തനത്തിലെ വിവിധ സങ്കീർത്തനങ്ങൾ എബിക്ക് കാണാതെ അറിയാമെന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 91-ാം സങ്കീർത്തനം എബി നിങ്ങൾക്ക് വേണ്ടി പറയും. അത്തനാൻ്റെ മറവസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറയും കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലിക്കാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസുഖത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് തരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വന്ന് പ്രതിഫലം കാണും. യഹോവയെ നീ എൻ്റെ സംഗീതമാകുന്നു. നീ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. മേലും അണലിമേലും നീ ചവിട്ടും. ബാലസമയത്തെയും പെരുമ്പാമ്പിനെയും നീ മതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവനെ ഉത്തരമള്ളും. കഷ്ടകാലത്ത് ഞാൻ അവനെ കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘാസനം ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഇതുപോലെ ഈ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ കഴിവുകളുള്ളവരുണ്ട്. പടം വരയ്ക്കുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, കായിക മേഖലകളിൽ പോയി പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പാട്ടുകൂടെ അവർ ഒരുമിച്ച് പാടും. കഷ്ടയും പാരല്ലേ കാഞ്ഞൂരിലും